KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഇതിൽ രണ്ട് സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിരന്തരമുള്ള ജാതി അധിക്ഷേപം അത് ആത്മഹത്യയിലേക്ക് നയിച്ചതാണോ, അതോ ഈ ലോൺ ആപ്പുകളുടെ സമ്മർദ്ദം വലിയ രീതിയിൽ നിതിൻ അനുഭവിച്ചോ, അതും കാരണമായോ തുടങ്ങിയ പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ സസ്പെൻഷനിലായ അധ്യാപകൻ റാം, അയാൾ നിരന്തരം പല കുട്ടികളെയും അധിക്ഷേപിച്ചിരുന്നു, റാഗ് ചെയ്തിരുന്നു, വലിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. അത് പലതരത്തിലുള്ള ഹരാസ്മെന്റ് നേരിട്ടിരുന്ന കാര്യം വിദ്യാർത്ഥിനികൾ തന്നെ നമ്മളോടൊപ്പം തുറന്നു പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്? ഈ വിദ്യാർത്ഥികൾ ഒന്നാകെ അധ്യാപകനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത്? രേണുക, നിതിൻ രാജ് തന്റെ അവസാന ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ, അതോടൊപ്പം കുടുംബം ഉന്നയിച്ച ആരോപണം, ഇതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായത്. അതെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. രാവിലെ ആദ്യം KSUവിന്റെ പ്രതിഷേധ പ്രകടനമായിരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പോലീസ് ബാരിക്കേഡ് മറികടന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ ഗേറ്റ് വരെ അകത്ത് എത്തുന്ന സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ BJP, ABVP, SFI, AISF, മഹിളാ സംഘടനകൾ തുടങ്ങി വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറിയ ഒരു സ്ഥലമാണിത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ 7 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. രേണുക തുടക്കത്തിൽ സൂചിപ്പിച്ചതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ മൊബൈൽ ലോൺ ആപ്പ് വഴി നിതിന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ലാതെ തന്നെയാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അത് വലിയ തോതിൽ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കുട്ടികളുടെ മൊഴിയുള്ളത്. അതോടൊപ്പം യുവജന കമ്മീഷൻ അല്പസമയം മുമ്പ് ഇവിടെ നിന്നും മൊഴി രേഖപ്പെടുത്തി ഇവിടുന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം മൊഴി രേഖപ്പെടുത്തിയപ്പോഴും കുട്ടികൾ അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. വലിയ തോതിൽ ബോഡി ഷെയ്മിങ്, അതുപോലെ ജാതീയമായ അധിക്ഷേപം തുടങ്ങി ഇവർക്ക് വലിയ തോതിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപം ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം മൊഴികളെല്ലാം പോലീസിനും നൽകിയിട്ടുണ്ട്, അതോടൊപ്പം യുവജന കമ്മീഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്നും നിർണായകമായ CCTV ദൃശ്യങ്ങൾ, അതായത് നിതിൻ രാജ് ഏറ്റവും അവസാനം ഈ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഈ നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ ഉണ്ടായ സംഭാഷണം അത് എന്താണെന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ വളരെ വേഗം തന്നെ പോലീസിന് ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രിൻസിപ്പാളിന്റെ മുറിയിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റു ചില രേഖകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നമ്മോട് വ്യക്തമാക്കിയത്. അതായത് വളരെ പ്രധാനമാണ് ഈ കാര്യം. പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന നിതിൻ രാജ് പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് ഈ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നുമുണ്ടായ സംഭാഷണം? അത് ഈ മൊബൈൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, അതല്ല നിതിൻ രാജ് സഹികെട്ട് ഈ MK റാം എന്ന് പറയുന്ന ഈ വകുപ്പ് മേധാവിയോട് അവസാനം വളരെ വിഷമത്തോടെ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടതൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ആ ശബ്ദ സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടികൾ എടുക്കാനോ അത്തരത്തിൽ താക്കീതോ ഈ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും നൽകിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിക്കും. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു, ഇവിടെ നിന്നും കൊണ്ടുപോയി കഴിഞ്ഞു. രാവിലെ തന്നെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു. എന്തായാലും വളരെ പെട്ടെന്ന് പോലീസിൽ അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കും. ഏതായാലും ഈ റാമും അതുപോലെ തന്നെ സംഗീതയും ഇവർ രണ്ടുപേരാണ് നിലവിൽ കേസിലെ പ്രതികൾ. ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്തരം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൊഴിയെടുക്കുകയോ ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം ഉണ്ട്. അതോടൊപ്പം കൂടുതൽ വകുപ്പുകൾ ഈ ചോദ്യം മൊഴിയെടുത്തതിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം. കുട്ടികൾ നിരന്തരമായി റഡാറിൽ തന്നെ ഉണ്ടോ, അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ തന്നെ ഇരുവരും ഉണ്ടോ? ഇവർ നാടുവിട്ട് പോകുന്നില്ലെന്നോ ഒളിവിൽ പോകുന്നില്ലെന്നോ ഒക്കെയുള്ള ഉറപ്പുവരുത്തുന്നതിനുള്ളൊരു ജാഗ്രത അന്വേഷണ സംഘം കാണിക്കുന്നുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ടീം എത്തി അവരിൽ നിന്ന് നിതിന്റെ ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴി ശേഖരിക്കുമോ? ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ തുറന്നു പറയുന്ന സാഹചര്യത്തിൽ അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമോ? ഒപ്പം തന്നെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ പറഞ്ഞത് ഇതൊരു ആത്മഹത്യയാണോ എന്ന് പോലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതിനപ്പുറം ഇതൊരു കൊലപാതകത്തിന്റെ സാധ്യത കൂടി ഉണ്ടോ എന്ന സംശയം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്ന നിഗമനം എന്താണ്? വലിയ സമ്മർദ്ദത്തിൽ ആത്മഹത്യ, അതിന് പിന്നിൽ ആളുകൾ എന്ന നിലയിൽ ഉറപ്പിക്കുകയാണോ അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത്?
തീർച്ചയായും കുടുംബം ആരോപിക്കുന്നത് തന്നെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ്. കാരണം അത്രത്തോളം വലിയ മാനസിക സമ്മർദ്ദം ഈ കുട്ടി നിതിൻ രാജ് നേരിട്ടിട്ടുണ്ട്. അത് കുട്ടികൾ ഇവിടുത്തെ സഹപാഠികൾ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇവിടെ അവസാന വർഷ കുട്ടികളെ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മറ്റുള്ളവർക്ക് ഇപ്പോൾ അവധിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴി വീടുകളിൽ പോയി എടുക്കേണ്ട സാഹചര്യം പോലീസുണ്ട്. അങ്ങനെ പോലീസ് ഇപ്പോൾ അത്തരം മൊഴികൾ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അവസാന വർഷ വിദ്യാർത്ഥികളുടെ നമ്മൾക്ക് അഭിമുഖം തന്ന ആ വിദ്യാർത്ഥികൾ ഇവിടെ രാവിലെ വന്നിങ്ങനെ നിൽക്കുകയായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ പോലും വരാൻ അവർ ഭയപ്പെടുന്നത് നമ്മൾ കണ്ടു. അവസാനം നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്: നമുക്ക് പ്രതികരിക്കാൻ ഭയമാണ്, പ്രതികരിച്ചാൽ നമ്മൾക്ക് വലിയ തോതിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരും. അത് ഇനി മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ചെറിയ കാര്യത്തിൽ പോലും പ്രതികരിച്ചാൽ മാർക്ക് കുറയ്ക്കുക, പരീക്ഷയ്ക്ക് തോൽപ്പിക്കുക, അത്തരം ഇവരുടെ ഒരു ടാർഗറ്റ് പിന്നീട് അവർക്ക് എതിരെയായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ ഭയപ്പാടോടെയാണ് കുട്ടികൾ ഉണ്ടായിരുന്നത്. അവർ പിന്നീട് നമ്മൾ ഇത്തരം ഇനി നിതിൻ രാജ്മാർ ഇനി ഉണ്ടാകരുത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യം തുറന്നു പറയണമെന്ന് പറയുമ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത്. ഏതായാലും പോലീസിന് അവർ കൃത്യമായി മൊഴി നൽകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വലിയ തെളിവുകൾ ഉണ്ടാകും. ഈ മൊബൈൽ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ലത എന്നാണ് ഈ ടീച്ചറുടെ പേര്. അതോടൊപ്പം നിതിന്റെ അമ്മയുടെ പേരും ലത എന്നാണ്. അവിടെയാണ് ഈ പോലീസിന് ചില സംശയങ്ങൾ രാവിലെ തന്നെ വന്നത്. അതോടൊപ്പം ഈ ടീച്ചർ ലത ടീച്ചർ ഇവർക്ക് വന്ന സ്ക്രീൻഷോട്ടുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ ഫോൺ പൂർണ്ണമായും ഈ മൊബൈൽ ലോൺ ആപ്പ് കമ്പനിക്കാർ ഹാക്ക് ചെയ്തിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. പോലീസ് ആ കാര്യത്തിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഹാക്ക് ചെയ്തതിൽ നിന്നും ഈ ലത എന്ന പേരുള്ള നമ്പർ അത് അമ്മയുടെ പേരാണെന്ന് തെറ്റിദ്ധരിച്ച് അതിലേക്ക് വിളിക്കുമായിരുന്നു. അത് അപ്പോഴേക്കും അത് ഇവിടുത്തെ ടീച്ചറുടേതായിരുന്നു ആ നമ്പർ. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം, ഈ ഒരു ടീച്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിൽ ഉടലെടുത്ത് വന്നത്. ഏതായാലും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മൊബൈൽ ആപ്പ് കമ്പനിയെ ഭാഗത്തുനിന്നും വലിയ ഭീഷണി ഇവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ആ മൊഴി ഇന്ന് ഏതായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പുതിയ കേസും ഇന്ന് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ കേസ് കൂടാതെ അത്തരമൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സൈബർ സംഘങ്ങളും ഇതിനോടൊപ്പം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 7 അംഗ സംഘമാണുള്ളത്. അതിൽ രേണുക സൂചിപ്പിച്ച പോലെ ഒരു സംഘം തിരുവനന്തപുരത്തേക്ക് മറ്റേ മൊഴികൾ എടുക്കാൻ, അതായത് രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൊരു സംഘം ഈ വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം രാവിലെ ഒരു സംഘം ഇവിടെ എത്തിയ ഈ CCTV ദൃശ്യങ്ങളും അതുപോലെ ഇവിടെയുള്ള രേഖകളും അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ എന്തായാലും നിർണായകമായ തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. കാരണം പ്രിൻസിപ്പളിന് നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായി ഇങ്ങനെ നിതിൻ രാജ് ഇറങ്ങിപ്പോയത്, അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പ്രിൻസിപ്പളിന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നാണ് മൊഴിയുള്ളത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ നടന്ന സംഭാഷണം എന്താണ്, അതായിരിക്കും ഈ ഒരു ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസിന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനെ തുടർന്നായിരിക്കും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അടുക്കുക. ഏതായാലും ഇവർ ഇപ്പോൾ ഒളിവിൽ പോയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി മുൻകൂർ ജാമ്യമോ മറ്റോ തേടാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ ഇവർ കടന്നേക്കാം. പക്ഷേ പോലീസിന് ഈ ഒരു CCTV ദൃശ്യം പരിശോധിക്കുന്നതോടെ കൃത്യമായ തെളിവുകൾ കിട്ടും. അവിടെ എന്താണ് സംഭാഷണം ഉണ്ടായത്, നിതിൻ രാജ് എന്തിനാണ് ഇത്ര വലിയ, അതായത് തൊട്ട് മുൻപൊക്കെ സമയങ്ങളിൽ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ പ്രിൻസിപ്പലിന്റെ മുറിയിലകത്ത് എന്താണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നോക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ ഇതിലെ തെളിവുകളാകും. ആ CCTV സംസാരിക്കും നിതിൻ രാജ് എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന്. ഏതായാലും മൊഴികൾ വളരെ പ്രധാനമാണ്. ഈ സഹപാഠികളുടെ മൊഴി ഉൾപ്പെടെയുള്ള മൊഴികൾ പ്രധാനമാണ്. ഈ അധ്യാപകനെതിരെ നേരത്തെയും നിരവധി പരാതി ഉണ്ടായിരുന്നു. ഒരു തവണ സസ്പെൻഷൻ നേരിട്ടൊരു അധ്യാപകനാണ്. വലിയ തോതിൽ ബോഡി ഷേമിങ് ഈ പെൺകുട്ടികൾക്ക് നേരെയും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിതിൻ തന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീട്ടിൽ വിളിച്ച് ആ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതെല്ലാം പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത്തരം മൊഴികളാണ് തിരുവനന്തപുരത്ത് നിന്നും ഒപ്പം ഇവിടെ നിന്നുമെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതിഷേധക്കാർ പറയുന്നത് ഇവരെ ഈ കോളേജിൽ നിന്നും, അതായത് ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ ഈ കോളേജിൽ നിന്നും തന്നെ പുറത്താക്കണമെന്നൊരു ആവശ്യമാണ് ഈ പ്രതിഷേധക്കാർ ഒക്കെ ഉന്നയിച്ചിട്ടുണ്ടായത്. അതോടൊപ്പം ഇത്തരം ഈ മൊബൈൽ ആപ്പ് ഇനി കൂടുതൽ കുട്ടികൾ ആ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടോ എന്ന കാര്യം അതിലൊരു വിശദമായ അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് ആ വഴിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. മൊബൈൽ ഓൺലൈൻ ആപ്പ് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്.
എന്തായാലും ഈ മൊബൈൽ നിതിൻ രാജിന്റെ മൊബൈൽ ഹാക്ക് ചെയ്തെന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിലുള്ള ഫോട്ടോസും മുഴുവൻ കോണ്ടാക്ട്സും ഒക്കെ ഇവർ ഹാക്ക് ചെയ്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതിലും 14,000 രൂപയാണ് ഇത്തരത്തിൽ താൻ ലോണായി എടുത്തിട്ടുള്ളതെന്ന് കുടുംബം പറയുന്നുണ്ട്. ആ പണം തിരിച്ചടക്കാൻ സാവകാശം വേണമെന്ന് ഇവർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് അമ്മയ്ക്ക് ഒരു അസുഖം വന്നപ്പോൾ ഈ പണം, അതായത് ഡെന്റൽ കിറ്റ് വാങ്ങാൻ വെച്ചിരുന്ന പണം ഇത്തരത്തിൽ ആ ഒരു ആശുപത്രി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് ആ പണം തിരിച്ചടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമുക്കറിയാം, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വളരെ സാധാരണപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് താമസം. അവർക്ക് ആ 14,000 രൂപ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അടക്കാൻ സാവകാശം വേണമെന്ന് ഈ പലതവണ മൊബൈൽ ലോൺ കമ്പനിയോട് പറഞ്ഞിരുന്നു. പക്ഷേ അവർ അതിന് നിന്നില്ല. വലിയ തോതിൽ ഭീഷണിയുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ എല്ലാം കൂടെ, അതായത് ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം, അതോടൊപ്പം കോളേജിൽ നിന്നും വലിയ തോതിൽ ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം, അതോടൊപ്പം വളരെ ശ്രദ്ധേയമായിരുന്നു തുടക്കത്തിൽ ഈ ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ആ ശബ്ദ സന്ദേശത്തിലുണ്ട്. ആ റാഗിങ്ങുമായുള്ള സമ്മർദ്ദം, ഇതെല്ലാം കൂടി ഒന്നിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോയതാണോ, അതല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംഭവം ആ ഒരു പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ, അത് വളരെ പ്രധാനമാണ്. ഏതായാലും നമുക്ക് ഈ വൈകിട്ടോടുകൂടി ഒരു പക്ഷേ ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ചില സൂചനകൾ ലഭിച്ചേക്കാം. അത്തരം സൂചനകൾക്കാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ പരിശോധനകളിലാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള മൊഴിയെടുക്കുന്നു ഒരു സംഘം. മറ്റ് സാധ്യതകളും പരിശോധിക്കുകയാണ്. ലോൺ ആപ്പ് ഉയർത്തിയ സമ്മർദ്ദം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.